ഹലോ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു പേപ്പറിൽ വന്ന ഒരു ന്യൂസ്. അതെങ്ങനെ നമുക്ക് 2 സെന്റൻസ് ആണ്, അത് ഒന്ന് പഠിക്കാൻ നോക്കട്ടെ. അപ്പോൾ ആ ന്യൂസ് എന്താണെന്നുള്ളത് ഞാൻ ആദ്യം പറയാം, അതിന്റെ മലയാളം പറയാം, എന്നിട്ട് നിങ്ങളൊന്ന് നോക്കൂ. ആ ന്യൂസിന്റെ ഹെഡ്ലൈൻ ഇതാണ്: ഡെഡ്ലി സ്റ്റാംപീഡ് ഡ്യൂറിങ് ക്രിക്കറ്റ് സെലിബ്രേഷൻ. ഇത് കഴിഞ്ഞിട്ട് 2 സെന്റൻസ് ഉണ്ട്. ഈ 2 സെന്റൻസ് നമുക്കൊന്ന് ജസ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് അനലൈസ് ചെയ്യാൻ ശ്രമിക്കാം. സെന്റൻസ് 2 ഇതാണ്: എഡ് സ്റ്റാംപീഡ് ഡ്യൂറിംഗ് ക്രിക്കറ്റ് വിക്ടറി സെലിബ്രേഷൻസ് ഇൻ ഇന്ത്യ റിസൾട്ടഡ് ഇൻ 11 ഫെറ്റാലിറ്റീസ്, മോസ്റ്റ്ലി യങ് ഫാൻസ്. സെക്കൻഡ് സെന്റൻസ്: ക്രിക്കറ്റ് ലെജൻഡ് സച്ചിൻ ടെണ്ടുൽക്കർ എക്സ്പ്രസ്ഡ് കണ്ടോളൻസസ് ടു ദ വിക്ടിംസ് ഫാമിലീസ്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു ന്യൂസ് ആണ്. അതായത് IPL സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഒരു എന്താ പറയുക, വിക്ടറി സെലിബ്രേഷൻ ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഉണ്ടായ തിക്കും തിരക്കിൽ ഉണ്ടായ ഒരു ഓട്ടം, പാഞ്ഞോട്ടം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ തിക്കി കൂടുമ്പോൾ ആളുകൾ ഉണ്ടാവുന്നൊരു എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് ഉണ്ടാകുന്ന ഒരു ഓട്ടം, അതിന്റെ ഫലമായിട്ട് ഒരു 11 ആളുകൾ മരിച്ചു. മോസ്റ്റ്ലി അത് പറയുന്നത് ചെറുപ്പക്കാരാണ് മരിച്ചത് എന്നുള്ളതാണ്. സെക്കൻഡ് സെന്റൻസ് പറയുന്നത് ക്രിക്കറ്റ് ലെജൻഡ് ആയിട്ടുള്ള സച്ചിൻ എക്സ്പ്രസ് ചെയ്തു അനുശോചനം ടു ദ വിക്ടിംസ് ഫാമിലീസ് എന്നുള്ളതാണ്. ഇതിന്റെ അർത്ഥം ഇതാണ്. ഇനി നമുക്ക് 1 by 1 ആയിട്ട് സെന്റൻസുകൾ ഒന്ന് അനലൈസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ സെന്റൻസ് എന്താണ്? ഡെഡ്ലി stampede during cricket victory celebrations in India resulted in 11 fatalities, mostly young fans. Stampede ഒരു നൗൺ ആണ്. സ്റ്റംപീഡ് എന്ന് പറഞ്ഞാൽ ഒരു പാഞ്ഞ് ഓടുക എന്നുള്ളതാണ്. അതായത് ഒരു കൂട്ടം മനുഷ്യരോ അല്ലെങ്കിൽ എനിമൽസോ എക്സൈറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ പേടിപ്പെട്ടിട്ടോ പാഞ്ഞ് ഓടുക എന്നുള്ളതാണ്. ഈ ഒരു കേസിൽ ശരിക്ക് പാഞ്ഞ് ഓടുക എന്നൊക്കെ പറഞ്ഞ ഒരു എക്സൈറ്റ്മെന്റ്, അതായത് ആ ഒരു വിക്ടറി സെലിബ്രേഷന്റെ ഭാഗമായിട്ട് പാഞ്ഞ് ഓടിയതാണ്. സോ സ്റ്റംപീഡ് എന്നുള്ളൊരു നൗൺ നമ്മളിവിടെ പഠിച്ചു വെക്കുക. എപ്പോഴാണ് ഈ ഡ്യൂറിങ് എന്നുള്ളതുണ്ട്. ഞാൻ ഈ ഒരു സെന്റൻസ് കറക്റ്റ് ആയിട്ട് ഇവിടെ അടിയിൽ മെൻഷൻ ചെയ്യാം. അത് മെൻഷൻ ചെയ്യുമ്പോൾ സെക്കൻഡ് വേർഡ് എന്ന് പറയുന്നത് ഡ്യൂറിങ് എന്നുള്ളതാണ്. സ്റ്റംപീഡ് കഴിഞ്ഞിട്ട് ഡ്യൂറിങ് എന്ന് പറയുന്നത് ഏത് സമയത്താണ് എന്നുള്ളതാണ്. മനസ്സിലായോ? അതൊരു പ്രിപ്പോസിഷൻ ആണ്. ക്രിക്കറ്റ് വിക്ടറി സെലിബ്രേഷൻ ഏത് സമയത്ത് എന്നുള്ളതാണ് ഡ്യൂറിങ് കൊണ്ട് ഉപയോഗിക്കുന്നത്. ഇൻ ഇന്ത്യ എന്നിവിടെ പറയുന്നത് ലൊക്കേഷൻ ആണ്, എവിടെയാണ് ആ ലൊക്കേഷൻ എന്നുള്ളതാണ് കേട്ടോ. സോ ഫസ്റ്റ് സെന്റൻസിൽ നമുക്ക് സബ്ജക്റ്റ് മനസ്സിലായി. ഏതാണ് മെയിൻ സബ്ജക്റ്റ്? സ്റ്റാംപീഡ് എന്നുള്ളതാണ്. ഇവിടുത്തെ മെയിൻ വെർബ് ശരിക്ക് റിസൾട്ടഡ് എന്നുള്ളതാണ്. റിസൾട്ടഡ് എന്നുള്ളത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ പാസ്റ്റ് ടെൻസ് ആണ്, കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പൊ റിസൾട്ട് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് റിസൾട്ടഡ്. ഇനി ബാക്കിയുള്ളത്, അതായത് ഒരു എന്താ പറയാ, നമ്മൾ ആ സെന്റൻസ് പറഞ്ഞില്ലേ, ഡ്യൂറിങ്, ഒരു സെക്കൻഡ്, ഡ്യൂറിങ് ക്രിക്കറ്റ് സെലിബ്രേഷൻ, ഡ്യൂറിങ് ക്രിക്കറ്റ് വിക്ടറി സെലിബ്രേഷൻ ഇൻ ഇന്ത്യ, അതൊരു പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. ആ പ്രിപ്പോസിഷണൽ ഫ്രേസ് പറയുന്നത് ഡ്യൂറിങ് എന്ന് പറയുന്നത് അവിടെ ആ ടൈമാണ്, ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ലൊക്കേഷൻ ആണ്. സോ വെൻ, അതായത് എപ്പോഴാണ് എന്നുള്ളതാണ് ഡ്യൂറിങ് എന്ന് പറയുന്നത്. ക്രിക്കറ്റ് സെലിബ്രേറ്റ് ചെയ്യണ സെലിബ്രേഷന്റെ സമയത്ത്, വിക്ടറി സെലിബ്രേഷന്റെ സമയത്ത്. വേർ, ഇൻ ഇന്ത്യ എന്നുള്ളതാണ് കേട്ടോ. ഇവിടെ റിസൾട്ടഡ് എന്നുള്ളത് ഒരു വെർബാണ്, പക്ഷെ ഫ്രേസൽ വെർബായിട്ടാണ് ഇവിടെ അത് യൂസ് ചെയ്തിട്ടുള്ളത്, റിസൾട്ടഡ് ഇൻ എന്നുള്ളത്. അപ്പൊ റിസൾട്ടഡ് ഇൻ എന്ന് പറയുമ്പോൾ കോസ് എന്നുള്ളതാണ്. കോസ്. അപ്പൊ നോക്കിയേ, എന്താണ് റിസൾട്ട് ചെയ്തിട്ടുള്ളത്? സ്റ്റാംപീഡ്, അതായത് സ്റ്റാംപീഡ് റിസൾട്ടഡ് എന്നുള്ളതാണ്. ബാക്കിയുള്ളതൊക്കെ ആ സ്റ്റാംപീഡിന്റെ എവിടെ നടന്നു, എപ്പോ നടന്നു എന്നുള്ളതാണ് ആ പ്രിപ്പോസിഷണൽ ഫ്രേസ് കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ റിസൾട്ടഡ് എന്ന് പറയുന്നത് ഒരു ഫ്രേസൽ വെർബാണ്. അതിന്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് 11 ഫെറ്റാലിറ്റീസ് ആണ്. അതായത് എന്താണ് റിസൾട്ട് ചെയ്തത് എന്നുള്ളതാണ്. അപ്പൊ 11 ഫെറ്റാലിറ്റീസ്, അതായത് ദാരുണമായ മരണം എന്നുള്ളതാണ് ഫെറ്റാലിറ്റിയുടെ അർത്ഥം.
സോ ഇത് കഴിഞ്ഞിട്ട് ഈ ഫെറ്റാലിറ്റി കഴിഞ്ഞിട്ട് ഒരു കോമ ഇട്ടിട്ട് മോസ്റ്റ്ലി യങ് ഫാൻസ് എന്ന് പറയുന്നുണ്ട്. അതായത് ഫെറ്റാലിറ്റി എന്ന് പറയുമ്പോൾ ദാരുണമായ മരണം എന്നുള്ള സംഭവിച്ചു, അതിനെ ഒന്നും കൂടി എന്താണ് ആരാണ് മരിച്ചതെന്ന് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതൊരു നൗൺ കൊണ്ട് തന്നെ അതിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കാണ് കേട്ടോ. സോ മോസ്റ്റ്ലി യങ് ഫാൻസ്, അതായത് മരിച്ചവരിൽ കൂടുതലും യങ് ആയിട്ടുള്ള ഫാൻസുകളാണ്. ഇതാണ് ഒന്നാമത്തെ സെന്റൻസ്. അതിന്റെ സബ്ജക്റ്റ് സ്റ്റാമ്പീഡ് എന്നുള്ളതാണ്. ഒരു എന്താ പറയുക, പാഞ്ഞുകയറ്റം, ആളുകൾ ഒരുമിച്ച് ഓടുന്ന ഒരവസ്ഥ. അത് ആണ് അവിടെ സബ്ജക്റ്റ്. വെർബ് എന്ന് പറയുന്നത് റിസൾട്ടഡ്, അതായത് ആ ഒരു പാഞ്ഞുകയറ്റം റിസൾട്ട് ചെയ്തു. എന്താണ് റിസൾട്ട് ചെയ്തത്? അതാണ് നമ്മളുടെ ഒബ്ജക്ട് 11 ഫെറ്റാലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ റിസൾട്ടഡ് ഇൻ എന്ന് പറയുന്നത് ഫ്രേസൽ വെർബാണ്. റിസൾട്ടഡ്, അതിലത്തെ റിസൾട്ടഡ് പ്ലസ് ഇൻ ആണ്. അതിലത്തെ റിസൾട്ടഡ് ശരിക്ക് വെർബ് സെക്കൻഡ് ഫോം ആണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് കഴിഞ്ഞ കാര്യത്തിനെ കുറിച്ച് പറയുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ സെന്റൻസ് എടുക്കാം. ആ രണ്ടാമത്തെ സെന്റൻസ് ഇതാണ്: ക്രിക്കറ്റ് ലെജൻഡ് സച്ചിൻ ടെണ്ടുൽക്കർ എക്സ്പ്രസ്ഡ് കണ്ടോളൻസസ് ടു ദ വിക്ടിംസ് ഫാമിലീസ്. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് ക്രിക്കറ്റ് ലെജൻഡ് സച്ചിൻ ടെണ്ടുൽക്കർ എന്നുള്ളതാണ്. ശരിക്കും സച്ചിൻ ടെണ്ടുൽക്കർ എന്നുള്ളതാണ്, പക്ഷെ സച്ചിൻ ടെണ്ടുൽക്കറിനെ ഒരു ടൈറ്റിൽ വെച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യാണ്. അതായത് ക്രിക്കറ്റ് ലെജൻഡ് ഈസ് എ ടൈറ്റിൽ. ആ ടൈറ്റിൽ സച്ചിൻ ആരാന്നുള്ളത് പറയാണ്, ക്രിക്കറ്റ് ലെജൻഡ് എന്ന് പറയാണ്. ഇവിടെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ വെർബ് ആൻഡ് ഒബ്ജക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. സച്ചിൻ ടെണ്ടുൽക്കർ എക്സ്പ്രസ്ഡ്, അതായത് സെക്കൻഡ് ഫോം ആണ്, വെർബ് സെക്കൻഡ് ഫോം ആണ്. വെർബ് എക്സ്പ്രസ്ഡ് എന്ന് പറയാണ്. എക്സ്പ്രസ്ഡ് എന്താണ് ഇവിടെ എക്സ്പ്രസ് ചെയ്തത്? അനുശോചനം, കണ്ടോളൻസ് എന്നുള്ളതാണ്. ഒബ്ജക്റ്റ് കണ്ടോളൻസ് എന്നുള്ളതാണ്. പ്രവൃത്തി ചെയ്തത് എക്സ്പ്രസ് എന്നുള്ളതാണ്, എക്സ്പ്രസ്ഡ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എക്സ്പ്രസ്ഡ് എന്നുള്ളത് ഒരു ആക്ഷൻ വെർബാണ്. കണ്ടോളൻസ് എന്നുള്ളത് എന്താണ് സച്ചിൻ ടെണ്ടുൽക്കർ എക്സ്പ്രസ് ചെയ്തു എന്നുള്ളത്. സോ ആ ഒരു സെന്റൻസിലത്തെ സബ്ജക്റ്റ് നമുക്ക് കിട്ടി, വെർബ് കിട്ടി, ഒബ്ജക്റ്റ് കിട്ടി. ഇതിൽ പ്രിപ്പോസിഷണൽ ഫ്രേസ് ഉണ്ട്, അതാണ് ടു ദ വിക്ടിംസ് ഫാമിലീസ്. അപ്പൊ ടു എന്നുള്ളത് ആ ഡയറക്ഷൻ ആണ്, അതായത് എക്സ്പ്രസ് ചെയ്തത് ആരിലേക്കാന്നുള്ള ഒരു ഡയറക്ഷനാണ് ടു എന്ന് പറയുന്നത്. അപ്പൊ ആരാണ് റിസീവ് ചെയ്തത് ഈ കണ്ടോളൻസ്, ഈ ഒരു അനുശോചനം ആരാണ് റിസീവ് ചെയ്തത്? വിക്ടിംസ് ഫാമിലി. ഇവിടെ വിക്ടിംസ് എന്നുള്ളത് എസ് ഇട്ടിട്ടാണ് ഫാമിലി എന്ന് പറയുന്നത്. ആ ഒരു അതിന്റെ അർത്ഥം അത് പ്ലൂരൽ പൊസസീവ്നെസ് എന്നുള്ളതാണ്. പ്ലൂരൽ ആയിട്ട്, അതായത് 11 വിക്ടിംസ് ഉണ്ട്. അപ്പൊ ആ വിക്ടിംസിന്റെ എന്നുള്ളത്, ആ വിക്ടിംസ് എന്ന് പറയുന്നത് പ്ലൂരലാണ്, അവരുടെ ഫാമിലീസ് എന്നുള്ളതാണ് കേട്ടോ. സോ നമ്മൾ ഏതൊരു സബ്ജക്റ്റും പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു സെന്റൻസ് പഠിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് സബ്ജക്ട് പ്ലസ് വെർബ് ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ പ്രിപ്പോസിഷണൽ ഫ്രേസസ് ഡീറ്റെയിൽ ചെയ്യണത് ടൈമിനെ കുറിച്ചും പ്ലേസിനെ കുറിച്ചും ഡയറക്ഷനെ കുറിച്ചൊക്കെയാണ് ഇവിടെ ഡീറ്റെയിൽ ചെയ്തിട്ടുള്ളത്. സോ ഓരോ സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ട് നമ്മൾ ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. താങ്ക് യു സോ മച്ച്. ഈ ഒരു 2 സെന്റൻസ് ഉള്ളൂ. ഒന്നും കൂടി ഞാൻ ആ സെന്റൻസ് പറയാം. ഇതിന്റെ ഹെഡിങ്, ഈ ന്യൂസിന്റെ ഹെഡിങ് ഇതാണ്: ഡെഡ്ലി സ്റ്റാമ്പീഡ് ഡ്യൂറിംഗ് ക്രിക്കറ്റ് സെലിബ്രേഷൻ. അതായത് മാരകമായിട്ടുള്ള ഒരു പാഞ്ഞോട്ടം ഡ്യൂറിംഗ് ക്രിക്കറ്റ് സെലിബ്രേഷന്റെ സമയത്ത് മാരകമായിട്ടുള്ള ഒരു പാഞ്ഞോട്ടം ഉണ്ടായി എന്നുള്ളതാണ്. സോ ആ സ്റ്റാമ്പീഡിന്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു, മാരകമായിട്ടുള്ള പാഞ്ഞോടുക എന്നുള്ളതാണ്. എക്സൈറ്റ്മെന്റ് കൊണ്ടോ അല്ലെങ്കിൽ പേടിച്ചിട്ടോ പാഞ്ഞോടുന്നത്. പക്ഷെ ഇവിടെ ഈ കേസിൽ നമ്മൾ ചിന്തിക്കുന്നത് എക്സൈറ്റ്മെന്റ് കൊണ്ട്, സെലിബ്രേഷന്റെ എക്സൈറ്റ്മെന്റ് കൊണ്ട് എല്ലാ ആളുകളും കൂടിയിട്ട് ഒരു ഓട്ടം ഓടി, അതിന്റെ ഫലമായിട്ട് റിസൾട്ട് ചെയ്തു. ആ പാഞ്ഞോട്ടം റിസൾട്ട് ചെയ്തത് 11 ആളുടെ ഫെറ്റാലിറ്റീസ് ആണ്, മരണമാണ്, ദാരുണമായ മരണമാണ്. അപ്പോൾ വെർബാണ് ഇവിടെ റിസൾട്ടഡ് ഇൻ എന്ന് പറയുന്നത് ഫ്രേസൽ വെർബാണ്. കോസിയ എന്ന് പറയും, അത് കാരണമായി തീർന്നു എന്നുള്ളതാണ്. ഫെറ്റാലിറ്റി 11 പേരുടെ മരണത്തിന്റെ കാരണമായി. ആ മരണം എന്താണ്, ആ മരണം എന്നുള്ളതാണ്, ആരാണ് എന്നുള്ളതാണ്. മോസ്റ്റ്ലി യങ് ഫാൻസ്. അതൊരു എന്താ പറയുക, അപ്പോസിറ്റീവ് ഒരു വേർഡ് എന്നൊക്കെ പറയും. അതായത് ഇതിനെ, ഈ 11 ഫെറ്റാലിറ്റീസിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി, ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡീഷണൽ ഇൻഫോർമേഷൻ ആണ് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ സെന്റൻസ് അതാണ്. രണ്ടാമത്തെ സെന്റൻസ്: ക്രിക്കറ്റ് ലെജൻഡ് സച്ചിൻ ടെണ്ടുൽക്കർ എക്സ്പ്രസ്ഡ് കണ്ടോളൻസസ് ടു ദ വിക്ടിംസ് ഫാമിലീസ്. ഇവിടെ
ക്രിക്കറ്റ് ലെജൻഡ് സച്ചിൻ ടെണ്ടുൽക്കർ എന്നുള്ളത് തന്നെയാണ് ഒരു സബ്ജക്റ്റ്. പക്ഷെ റിയൽ സബ്ജക്റ്റ് സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. സച്ചിൻ ടെണ്ടുൽക്കറിനെ ഡിസ്ക്രൈബ് ചെയ്യാണ് ക്രിക്കറ്റ് ലെജൻഡ് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ വെച്ചിട്ട്. ആൻഡ് എക്സ്പ്രസ് ചെയ്തു, എക്സ്പ്രസ്ഡ് വെർബ് സെക്കൻഡ് ഫോം. എന്താണ് എക്സ്പ്രസ് ചെയ്തത്? കണ്ടോളൻസസ്, അനുശോചനാണ് എക്സ്പ്രസ് ചെയ്തത്. ആർക്കാണ് ഇവിടെ ടു എന്നുള്ളത് ആ ഒരു പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്, ടു ദ വിക്ടിംസ് ഫാമിലീസ്. അതായത് ആർക്കാണ് എന്നുള്ളതാണ്. അപ്പോൾ ടു ആ ഡയറക്ഷൻ, ഈ ഒരു എക്സ്പ്രസ് ചെയ്തിട്ടുള്ള സച്ചിന്റെ എക്സ്പ്രഷൻ ടുവേർഡ്സ് അല്ലെങ്കിൽ ആരിലേക്കാണ് ഡയറക്റ്റ് ചെയ്തത്? വിക്ടിംസ് ഫാമിലീസ് എന്നുള്ളതാണ്. ഇവിടെ വിക്ടിംസ് എസ് കഴിഞ്ഞിട്ടാണ് ആ ഒരു കോമ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതൊരു പ്ലൂരൽ പൊസസീവ്നെസ് ആയതുകൊണ്ടാണ്. സോ താങ്ക് യു സോ മച്ച്. ഇങ്ങനെ റെഗുലർ ആയിട്ട് നമ്മൾ നല്ല ന്യൂസുകൾ പഠിക്കാൻ ശ്രമിച്ച് നമ്മുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ആവാൻ പറ്റും. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവണം. ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു സോ മച്ച്.